ഒന്ന് ശമൂവേൽ 11-ാം അധ്യായം. ബാരിക്കുമോർ. അനന്തരം അമ്മോന്യ നഹാഷ് പുറപ്പെട്ടു വന്നു ഗലീലാദിലെ യാബേശിനു നേരെ പാളയമിറങ്ങി. യാബേശ് നിവാസികളൊക്കെ നഹാഷിനോടു, ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. ആമോന്യനായ നാഹേഷ് അവരോട്, നിങ്ങളുടെ വലംകൊണ്ടൊക്കെയും ചൂഴ്ന്നെടുക്കുകയും എല്ലാ ഇസ്രായേലിനും ഈ നിദ്ര വരുത്തുകയും ചെയ്യുമെന്നുള്ള സമ്മതത്തിന്മേൽ ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്യാമെന്ന് പറഞ്ഞു. യാബേശിന്റെ മൂപ്പന്മാർ അവനോട്, ഞങ്ങൾ ഇസ്രായേൽ ദേശത്തെല്ലായിടത്തും ദൂതന്മാരെ അയപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് 7 ദിവസത്തെ ഇടതരേണം. ഞങ്ങളെ രക്ഷിപ്പാൻ ആരുടെ മേൽ ഞങ്ങൾ നിന്റെ അടുക്കൽ ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. ദൂതന്മാർ ശൗലിന്റെ ഗിബയിൽ ചെന്നു ആ വർത്തമാനം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. ജനമെല്ലാം ഉറക്കെ കരഞ്ഞു. അപ്പോൾ ഇതാ ശൗൽ കന്നുകാലികളെയും കൊണ്ടു വയലിൽ നിന്ന് വരുന്നു. ജനം കരയുന്ന സംഗതി എന്തോ എന്നു ശൗൽ ചോദിച്ചു. അവർ യാബേശ്യരുടെ വർത്തമാനം അവനെ അറിയിച്ചു. ശൗൽ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു. അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. അവൻ ഒരേർ കാളയെ പിടിച്ചു കഷ്ണം കഷ്ണമായി ഖണ്ഡിച്ചു ദൂതന്മാരുടെ കയ്യിൽ ഇസ്രായേൽ ദേശത്തെല്ലായിടത്തും കൊടുത്തയച്ചു. ആരെങ്കിലും ശൗലിന്റെയും ശമൂവേലിന്റെയും പിന്നാലെ പുറപ്പെട്ടു വരാതിരുന്നാൽ അവന്റെ കാളകളെ ഇങ്ങനെ ചെയ്യുമെന്ന് പറയിച്ചു. അപ്പോൾ യഹോവയുടെ ഭീതി ജനത്തിന്മേൽ വീണു. അവർ മനസ്സോടെ പുറപ്പെട്ടു. അവൻ ബെസേക്കിൽ വെച്ചു അവരെ എണ്ണി. ഇസ്രായേൽ 3,00,000 യഹൂദ്യർ 30,000 ഉണ്ടായിരുന്നു. വന്ന ദൂതന്മാരോട് അവർ, നിങ്ങൾ ഗിലെയാദിലെ യാബേശ്യരോട്, നാളെ വെയിൽ മൂക്കുമ്പോഴേക്കും നിങ്ങൾക്ക് രക്ഷയുണ്ടാകുമെന്ന് പറയുവിൻ എന്ന് പറഞ്ഞു. ദൂതന്മാർ ചെന്നു യാബേശ്യരോട് അറിയിച്ചപ്പോൾ അവർ സന്തോഷിച്ചു. പിന്നെ യാബേശ്യർ, നാളെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും, നിങ്ങൾക്ക് ബാധിച്ചതൊക്കെയും ഞങ്ങളോട് ചെയ്തു കൊള്ളുവിൻ എന്ന് പറയിച്ചു. പിറ്റേന്നാൾ ശൗൽ ജനത്തെ 3 കൂട്ടമായി വിഭാഗിച്ചു. അവർ പ്രഭാതയാമത്തിൽ പാളയത്തിലേക്കോ നടുവിലേക്ക് ചെന്നു വെയിൽ മൂക്കും വരെ ആമോന്യരെ സംഹരിച്ചു. ശേഷിച്ചവരോ 2 പേർ ഒന്നിച്ചിരിക്കാത്ത വണ്ണം ചിതറിപ്പോയി. അനന്തരം ജനം ശമൂവേലിനോട്, ശൗൽ ഞങ്ങൾക്ക് രാജാവായിരിക്കുമോ എന്ന് പറഞ്ഞതു ആർ? അവരെ ഏൽപ്പിച്ചു തരേണം, ഞങ്ങൾ അവരെ കൊന്നുകളയും എന്ന് പറഞ്ഞു. അതിനു ശൗൽ, ഇന്ന് ഒരു മനുഷ്യനെയും കൊല്ലരുത്, ഇന്നു യഹോവ ഇസ്രായേലിനോ രക്ഷ വരുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ശമൂവേൽ ജനത്തോട്, വരുവിൻ, നാം ഗിൽഗാദിൽ ചെന്നു അവിടെ വെച്ചു രാജ്യത്വം പുതുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ജനമെല്ലാം ഗിൽഗാദിൽ ചെന്നു. അവർ ശൗലിനെ ഗിൽഗാദിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു രാജാവാക്കി. അവർ അവിടെ യഹോവയുടെ സന്നിധിയിൽ സമാധാനയാഗങ്ങൾ കഴിച്ചു. ശൗലും ഇസ്രായേലൊക്കെയും ഏറ്റവും സന്തോഷിച്ചു. ദൈവമേ, നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോ.